ഈ പോവാണ്ടോ ഇതിനൊരു കഥ ഉണ്ട്. എങ്ങനെ വെച്ചാല് കഴിഞ്ഞ വർഷം മുള്ളംപണിയാ 2000 സംതിങ്ങില് നമ്മളെ സ്റ്റെല്ല ചേച്ചി എന്നോട് വർക്ക് ചെയ്യുന്ന സ്റ്റെല്ല ചേച്ചി. അപ്പൊ 36 തൂങ്ങി മരിച്ച ബാത്റൂമിൽ നമ്മൾ ആദ്യം കാണിച്ചെന്നില്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നത്, ഇത് ഞായറാഴ്ച ആയിട്ട് ടൈം വന്ന് 1 മണിയായി. 1 മണിക്ക് എല്ലാവരും റൂം കൂട്ടി പഠിക്കുന്നു. ഒരു മെൻസ് ഹോസ്റ്റൽ ഇങ്ങനെ ആവാൻ പാടില്ല. ഞാനും എന്റെ ഇല്ലു നിമിഷം പണിയിട്ടുള്ളൂ. ഞാൻ ഏകദേശം എല്ലാ റൂമും കയറി ഇറങ്ങി. എല്ലാവരും ഇരുന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ഡിപ്രഷൻ അടിച്ചാൽ നടക്കുന്നത്. നമ്മള് പെണ്ണെട്ടിട്ട് ഇപ്പൊ സംസാരിച്ചപ്പോ 4 മാസമായി കോണ്ടാക്ട്. ഡിപ്രഷനാണ് വീട്ടില് പ്രശ്നം. ഈ പെണ്ണിന് ഡിപ്രഷൻ എല്ലാം ഇപ്പൊ ഇവർ പഠിക്കാണ്ട് ഡിപ്രഷൻ. ഇനി രക്ഷപ്പെടാൻ പറ്റെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ബ്രണ്ണൻ കോളേജിൽ ഹിഡനായ കുറച്ച് സ്പോട്ട് ഉണ്ട്. കുറച്ച് കാടും കളിസ്ഥലവും. മീൻസ് ആ കളിസ്ഥലല്ല, വെള്ളടിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം അമ്മ കാണിച്ചു തരും. ഓക്കെ, ഇവിടെ യാത്ര തുടങ്ങാണ്. നമ്മളിപ്പം ചീമുണ്ട്. ഇതെന്താ പരിപാടി? എന്താ ചെറിയ ടൂൾസ് എല്ലാം വാട്ടർ സെറ്റപ്പ് പറഞ്ഞിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ടൂൾസ് ആയിട്ട് അതുലുണ്ട്. ബംഗാളി പ്രവേശം കണ്ടിട്ട് വേറെ അതുലുണ്ട്. മിനി അതുല് മിനി മാനേജ്മെന്റ് മൈൻഡല്ല വൈൽഡ്. ഞങ്ങൾ ഓഗിസ്റ്റിക്കലുണ്ട്. പക്ഷെ എന്നാളെ കുളിക്കാൻ വന്നാ. അപ്പൊ ഗൈസ് ഇത് നമ്മളെ ഹോസ്റ്റല്. ഈ കാണുന്ന നമ്മളെ ഹോസ്റ്റല്. അപ്പൊ ഇവിടുന്ന് ഇത് നമ്മളെ പഴയ ബാത്റൂം. ഉടുമ്പ് പിടിക്കൂലേ, മുള്ളംപന്നിയും പിടിക്കൂലേ. നമ്മളെ കാണാൻ പോവാണ്. നമ്മളെ ഈ ബ്രണ്ണൻ കോളേജിനുള്ളില് കാട്ടിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മൾ ഈ ഹോസ്റ്റലിൽ ഇറങ്ങി ഈ കാണുന്ന കാടുണ്ടോ, ഇതിനെ പറ്റി ചെടിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ബോട്ടണിയിൽ പഠിക്കുന്ന ബോട്ടണിന്റെ രാജകാരൻ 5-8 സപ്ലൈ ഉണ്ട്. അപ്പൊ ഈ കാട് കണ്ടില്ല, ഈ കാട് മൊത്തം നമ്മള് ഇങ്ങനെ ഒരു എത്ര ഏക്കർ ഉള്ളത്? ബ്രണ്ണൻ കോളേജ് 37 ഏക്കർ ഉണ്ടായിരുന്നു. അതില് കുറച്ച് 50 ഏക്കറിന് ചോട്. ഓക്കെ, അതൊക്കെ. അപ്പൊ ഒരു 5-6 ഏക്കറിലെ കോളേജ് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് കാടാണ്, ഹോസ്റ്റലാണ്. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾ ഏകദേശം കണ്ടെങ്കിൽ മനസ്സിലാവും. വലിയ മരങ്ങൾ. ഈ കാട്ടിലുള്ളൊരു ജന്തുവാണത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ടത് വെറൈറ്റി ചെലന്തിനാണ്. നിങ്ങൾക്ക് കാണും അറിയില്ല. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്പീഷീസിൽ വന്ന സാധനമാണ് ഇത്. തൊട്ട ചത്തുപോകും. പോകുന്ന അനുകരിക്കാൻ പാടില്ല. തൊട്ടോക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ജീവികളെ. എക്സ്പ്ലോറിംഗ് ആണ്. നമ്മുടെ ഹോസ്റ്റലിലെ പഴയ ഒരു 2000 ചോട് താഴെയുള്ള 1900 സംതിങ്ങില് നമ്മളെ സ്റ്റെല്ല ചേച്ചി ഉണ്ട് എന്നോട് വർക്ക് ചെയ്യുന്ന സ്റ്റെല്ല ചേച്ചി. അപ്പോൾ 36 തൂങ്ങി മരിച്ച ബാത്റൂമിൽ നമ്മൾ ആദ്യം കാണിച്ചെന്നില്ലേ. അതുകൊണ്ട് ആ ബാത്റൂം, അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അവിടെ നമ്മൾ സൂസൈഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് ആരും വരില്ല. എന്തെല്ലോ സൗണ്ട് കേൾക്കലുണ്ടെന്ന് കേൾക്കലുണ്ട്. അതുകൊണ്ട് 12 മണി ആയാല് അങ്ങോട്ടേക്ക് ആരും വരലില്ല. ഇത് ബ്രണ്ണൻകുട്ടിയല്ലേ? ഇത് കുറെ മുന്നേ, ഒരു 3-4 വർഷം മുന്നേ ഇത് ബ്രണ്ണൻകുട്ടി അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. കാരണം വെച്ചാൽ അവിടെ പുതിയ LH വന്നു. ആ ഭാഗത്ത് പുതിയ LH പിന്നെ കാടെല്ലാം വെട്ടി നികത്തി. ഇപ്പൊ ഒന്നുമില്ല. കുറെ കാടുകൾ ഉണ്ടായിരുന്നല്ലോ അന്ന്. വാടാ, കുറെ ദൂരം പോകാനുള്ളതാണ്. ഇനിയാണ് നമ്മൾ യാത്ര, ശരിയായ യാത്ര. നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ കയറാൻ പോവാണ്. അയ്യോ, അവിടെ ഒരു വടിയുണ്ടാ. ഫുൾ ഇരുട്ടാണ് കാശ്. ശരി, മുന്നിൽ നടന്നു. പേടിയാണ്ടല്ല, ക്യാമറ മുന്നിൽ പോയി ശരിയാവില്ല. യെസ്, ചൊറിയുന്നുണ്ടല്ലേ. ഇപ്പൊ തന്നെ ചൊറിയാൻ തുടങ്ങി കായ്. സൂമ്പി കേറി. എന്താണ് 8 കാലി കാലെല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇത് ചാല് കണ്ടോ. ഇത് മഴവെള്ളം പാച്ചിൽ വരുമ്പോ ഒരു കുന്ന് പോലെയാണ്. അപ്പൊ മഴവെള്ളം ഫുള്ള് പോണത് ഈ വഴി കൂടിയാണ്. ഇത് നേരെ ചെന്നെത്തുന്നത് റോട്ടിക്ക്. ഏതാ മൂട്. എന്നാ വെള്ളം പിടി. കാല് കൊടുക്കുന്ന ചൊറിച്ചില്ലടാ. അപ്പൊ കാശ് നമ്മൾ തൂങ്ങും. മാറി കഴപ്പൻ അങ്ങറ്റം. വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് ഇങ്ങനെ നടക്കരുത് കായ്സ്. കാല് പൊള്ളി. അയ്യോ,
നമ്മൾ ചെറുതായിട്ട് സ്ലിപ്പിൽ വീണു. ഇത് യാത്ര തുടക്കാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അവിടെ എത്തിയിരിക്കും. അയ്യോ മുണ്ടച്ചി എന്നെ കയറ്റടാ, വിഷയമല്ല, നമ്മൾ ഒറ്റ കൈ പിടിച്ച് കയറും. ഒറ്റ ക്യാമ. അയ്യോ വള്ളി. കാടിന്റെ മകനാണ് നമ്മൾ. നമ്മളെല്ലാ സാധനം ആസ്വദിക്കണം, ആസ്വദിച്ചേ പറ്റൂ. ഉപയോഗിച്ച ടൂൾസ് നമ്മുടെ വീശിൽ എന്തോ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ തുറന്ന് എന്തോ സാധനം എന്താടാ തുറക്ക്. അയ്യോ സ്പൂണായിരുന്നാ? ഇത് പണ്ടത്തെ കാലത്താടാ, ഇത് ഇപ്പോഴത്തെ നമ്മൾ ചെയ്ത നായ്ക്കൾ കൊണ്ട് കിട്ടുന്നതാ. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ എന്തോ വേസ്റ്റാണ്. പിന്നെ സ്പൂണുണ്ട്. എല്ലാ പെണ്ണുങ്ങളാന്ന് തോന്നുന്നു. LHന് പെണ്ണുങ്ങൾ കാട്ടിൽ എന്തിനാ കയറുന്നു? അത് ചോദ്യമാണ്. LHൽ ആരും കാണുന്നുണ്ടെങ്കിൽ ദയവ് ആർക്കും അയച്ചു കൊടുക്കരുത്, അത് വൻ പ്രശ്നമാവും. പക്ഷെ ഇത് കൊണ്ടിട്ടത് LHന് മണ്ണിലായതുകൊണ്ട് LH നമ്മൾ സംശയിച്ചേ പറ്റൂ. ആ പൊളിച്ചു വീണു. ആദ്യത്തെ അപകടം എൻ്റെ ഒപ്പാണെങ്കിലും രണ്ടാമത്തെ അപകടം വില്ലു. നമുക്കൊരു പാവക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തറിയോ, നമ്മൾ മറ്റേ കോഞ്ചറിങ്ങിലില്ലേ, കോഞ്ചറിങ്ങിനൊരു പാവക്കുട്ടിയില്ലേ, അതിൻ്റെ ഒരു അനിയനാണ് വന്ന് കേട്ട് തോന്നുന്നു. ധാരടാ എൻ്റെ ഗിഫ്റ്റ് ആയിക്കട്ടെ. ഒരു സൂചനയായി തന്നതാണ് നമുക്ക് തോന്നുന്നത്. സൂചനയാണോ? എന്ത് സൂചനയാ? പോരാളികൾക്ക് പേടിയില്ല. ഇനി ഒച്ചുണ്ടാക്കിയാൽ താഴത്ത് ആൾക്കാരെ പിടിച്ച് നമ്മൾ അടിക്കും. ആണ് മെല്ലെ മെല്ലെ പോകണം. എടാ ഇതിനാണോ പോകണ്ടേ? ഗൈസ് നമ്മുടെ എന്തോ ഒരു ഗുഹ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇന്നൊരു സാധനം? മുള്ളംപണിയാ? നോക്കട്ടെ, കുത്തി നോക്കട്ടെ, നോക്കട്ടെ. ഗൈസ് എന്തെങ്കിലും ഒരു ഗുഹ കിട്ടിയിട്ടുണ്ട്. അപകടം എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ചിലപ്പോൾ വന്നിട്ട് ഒറ്റ കുത്തേക്കറം. അയ്യോ ഇതങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. ചോര കണ്ടിട്ട് തുടങ്ങി. പാവ കണ്ടേരാന്ന് ഈ ചോര വന്ന്. എന്ത് ആ പാവനെ കണ്ടേരാ ഈ ചോര വന്ന്. ഗൈസ് എന്തോ ദുരൂഹത എന്തോ മണക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. മൊത്തത്തിൽ അസ്വസ്ഥത ബോഡിക്ക്. എന്റേതായാലും ചീമന്റെ കാല് മുറിഞ്ഞു. വിഭീഷൺ എന്തോ കുത്തി ഭയങ്കര കടിച്ചില്. മൊത്തത്തിൽ എന്ത് പ്രശ്നമാണ്. ഇല്ല എങ്ങോട്ടാ നീ പോണ്? നമ്മൾ ആദ്യം ഒരു ഗുഹ കണ്ടു. ആ ഗുഹ മുള്ളപ്പന്നിയാണോ എന്താ അറിയില്ല, നിങ്ങൾക്ക് അറിയണം കമന്റ് ഇട്ടോ. ഗൈസ് ഘോരമായ കാടാണ്. ചത്തടാ. അയ്യോ അത് കാട്ടിൽ ഞങ്ങളുടെ തെങ്ങ് വന്നേ. തെങ്ങിന് പൊങ്ങിട പൊങ്ങല്ല ഗൈസ്. തെങ്ങിന് നല്ല നീളമുണ്ട്. നമ്മൾ വേണമെങ്കിൽ കയറിയിടും, പക്ഷെ അറ്റം കാണുന്നില്ല. തെങ്ങിന്റെ അറ്റം കാണുന്നില്ല, അത്രയ്ക്കും നീളമുണ്ട് തെങ്ങിന്. താഴെ അത്രയും കാടാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറി വന്നത്. ഏകദേശം ഫുള്ള് കാടാണ്. കുറേ അങ്ങോട്ട് പോയാൽ ഒരു LH കാണാം. LH മീൻസ് ലേഡീസ് ഹോസ്റ്റൽ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അത് വർക്കിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. LH അല്ലേ, ലേഡീസ് ഹോസ്റ്റലല്ലേ, നമുക്കങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല. അപ്പോൾ നമ്മൾ അതിങ്ങനെ ചുറ്റി. ഇത് നമ്മൾ കോളേജ്, ഏകദേശം കോളേജിൻ്റെ ഒരു സൈഡിലെത്തി. പിന്നെ ഈ ചുറ്റോടെ നോക്കിയാൽ ഫുള്ള് കാടാണ്. മുന്നിൽ നോക്കി ഫുള്ള് കാടാണ്. അപ്പോൾ ഈ കാട് കടന്നിട്ട് വേണം ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ കോളേജിൻ്റെ കൂടി ഇങ്ങനെ പോകാൻ. കണ്ടോ ചെറിയ വഴിയുണ്ട്. മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്ന വഴിയല്ല, ചെറിയ നടക്കുന്നൊരു വഴിയുണ്ട്. നമുക്കൊരു സംശയമാണ്. കാരണം വെച്ചാൽ ഈ ചെറിയ വഴി കൂടി എങ്ങനെ ഈ നടക്കുന്ന വഴി ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കുറുക്കന്മാർ കൂടുണ്ടോ, മുള്ളപ്പന്നീൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോട് ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഫുള്ള് മാറാൽ പാമ്പെന്നുണ്ട് തീർന്നിട്ടു ഉറപ്പാണ്. കഴപ്പാണ് തീർന്നിട്ട്. അതാ പാടാ എല്ലാവരും പാടാ. എന്തൊരു പേടിയാവുന്നു. ഫുള്ള് കാടാണ് ഗൈസ്. പക്ഷെ നമുക്ക് മനസ്സിലാത്തൊരു കാര്യം വെച്ചാൽ കാടാണെങ്കിലും ഇവിടെ എങ്ങനെ ഈ വഴി വന്നു എന്നാണ് നമുക്ക് സംശയം. ഈ വഴി നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം എന്താ എവിടെ എത്തിപ്പെടുന്നെന്ന്. കറക്റ്റ് ഒരു മനുഷ്യന്മാർ നടക്കുന്ന വഴി. ഈ കാട്ടിൽ കാറ് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല കറക്റ്റ് എന്താണ് ഇവിടെ ഉള്ളത്, എന്താ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്, മുന്നിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേലോട്ട് നോക്കിയാൽ ഫുള്ള് കാടാണ്. വലിയ വനത്തിൽ വലിയ വനത്തിൽ വന്ന് പെട്ട മാതിരി അവസ്ഥ. നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട് ഗായ്സ്. നമ്മൾ ഈ സിറ്റികളിലും കാറ് വണ്ടി എടുത്ത് ഇറങ്ങുന്ന സുഖമൊന്നും ഇവിടെ ഇറങ്ങി ഇവിടെ കിട്ടുന്ന സുഖമൊന്നും അങ്ങാടി കൂടി സിറ്റി കൂടി ഇറങ്ങി നടന്നാൽ കിട്ടൂല. ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഒരു കാറ്റും നല്ല തണലും ഫുള്ള് മരങ്ങൾ വലിയൊരു ഹൈറ്റിൽ മരങ്ങൾ ആ സംഭവം ഫീല് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാട്ടിലൂടെ ഇറങ്ങിയിട്ട് ആസ്വദിക്കുന്ന വേണം. നോക്കൂ, അന്നെ ഊട്ടിയോ മൈസൂർ പോയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ അടുത്തുണ്ടാവും. ജസ്റ്റ് ഇറങ്ങി നടന്നാൽ നമുക്ക് വേറെ ഫീൽ കിട്ടും.
നമ്മളിപ്പോ അതിൽ കാണില്ല. എവിടെക്കടെ പോയേ? എന്റെ മുത്തി ഒപ്പം നടക്കാൻ മാറാ, അല്ലെങ്കിൽ ചെക്കനെ ബുദ്ധിയില്ല. തലേനുള്ളിൽ കൂടെ ഫുള്ള് മാറാല്. ആ സോറി, നമ്മൾ ചെറിയ അതിലല്ല, അതില് ഈ മണ്ടനാണെങ്കിലും മറ്റു അതിലാരും വലിയ മണ്ടനാണ്. അത് നീ മണ്ടനല്ലേ? ഇവൻ വേറെ അതില്, ചെറിയ അതില്. ഇവൻ മണ്ടനാണെങ്കിലും ഇതിനെക്കാട്ടും വലിയ മണ്ടനാണ്. ചാടി ചാടി നോക്കാം. നീ എവിടെ പോയത്? ഉടുമ്പിനോ? മുത്തേ ഒപ്പം നടക്കട്ടോ, തീരും. എന്തായാലും മാമനെ കടിച്ചാല് നീ തീരും. ഉടുമ്പ് നിന്നെ തിന്നു. ഗൈസ്, നമ്മളിപ്പോ ഏകദേശം ഒരു സൈഡിലെത്തി. ഇത് കണ്ടില്ലേ, അതാണ് ലേഡീസ് ഹോസ്റ്റൽ. നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ ആദ്യം നോക്കുന്നുണ്ടറിയില്ല. കൂക്കില്ലടാ, ചാടാ കൂക്കിയ ആ ഫിഷ്. കാണടാ ഷാഡിയൊക്കെ. നമുക്ക് മനസ്സിലാത്ത കാര്യമാണ് ഈ സംഭവം. എന്താ ഇവിടെ ഈ കാട്ടിൽ ഇങ്ങനെ സംഭവം എന്തിന്? വെണ്ണൻ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു ഇത് കുളിമുറിയാണ്. സോറി, ഇത് കുളിക്കണ ഡബ്ബാണോ എന്താ അറിയില്ല. പക്ഷെ ഇത് എന്തിനാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ വെണ്ണൻ്റെ ഭംഗിയാണ്. കാട്ടിനുള്ളിലെ ഭംഗി. നമ്മൾ വെണ്ണൻ കോളേജിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ സംഭവം? ഈ കാട്ടിനുള്ളില് ഇങ്ങനെ സംഭവം ഉണ്ട്. 1 2 3 4 5 6 എക്കോ ഫ്രണ്ട്ലി ബാത്റൂം 6 സുഖമായി ഇരുന്ന് തൂറ. ഇങ്ങനെ സംഭവം ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല. എന്റെ ഊത്തെ നമ്മൾ വന്നു അറിയിക്കാൻ വേണ്ടി, ഇത് ഈ വഴിക്ക് ആരും വരില്ല. അപ്പൊ നമ്മൾ വന്നു അറിയിക്കാൻ വേണ്ടി നമ്മൾ MHന്റെ പിള്ളേരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ അനന്ത് സത്യൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട്. ബാക്കിൽ നിന്ന് എന്തെങ്കിലും പോലും അറിയില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടിന് വരക്കാൻ. ആരുണ്ടാക്കിയെന്ന് അറിയില്ല. ഈ മതിൽ ഭയങ്കര സിമെന്റിങ് സിമെന്റ് നല്ല അളകിയിട്ടുണ്ട്. പഴയ മതിൽ അവിടെ തോന്നാൻ അറിയില്ല. മണ്ണുണ്ടാക്കിയതാ? സിമെന്റ് തന്നെയാ? എംസാൻഡ് മാത്രമാ? നോക്കി പറഞ്ഞു പോയി. സിമെന്റ് പറഞ്ഞു പോയി. എത്രയോ കാലപ്പഴക്കുള്ള സാധനം പറഞ്ഞു പോയി. അപ്പോൾ അത് LH ആയി, ഇതിൽ പോയാൽ MH ആയി. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ നാട്ടുകാർ വീടായി, അങ്ങോട്ട് പോയി അടിയിട്ടും. അപ്പോൾ നമ്മൾ ഇനി പോകേണ്ടത് നേരെ സ്ട്രേറ്റ്. ഇതിൽ പോയാൽ നമ്മൾ കോളേജിൻ്റെ വേറെ മൂലക്കെത്തും. അപ്പോൾ ഈ ഭാഗത്തുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോയാൽ ശാന്തിവനം, പിന്നെ ബോട്ടണീൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. ഇല്ല പക്ഷി നല്ല രസമുണ്ടല്ലേ? ആ, ബോട്ടണീൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. നമ്മൾ അവിടെയും കവർ ചെയ്യണം. ശാന്തിവനത്തിന് താഴെ അവിടെയാണ് കുറേ നിഗൂഢതകളുള്ളത്. കണ്ടോ, ഒരാവശ്യമില്ലാണ്ട് ഈ കാട് ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുക. ഇവിടെ വേണമെങ്കിൽ എന്തെല്ലാം കൊണ്ടുവരാം. ഈ ബ്രണ്ണൻ കോളേജ് പറഞ്ഞാൽ 2-3 ഏക്കറിൽ കിടക്കുന്ന ബ്രണ്ണൻ കോളേജ് അല്ല, ഒരു 10-37 ഏക്കറിൽ കിടക്കുന്ന ബ്രണ്ണൻ കോളേജാണ്. വിശാലമായ കാടുകളും ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ കാട്ടിലുണ്ട്. കണ്ടോ എന്ത് മനോഹരമായിക്കാ. ഈ മരം നോക്കാം, പൊളിഞ്ഞാടുവോ? കണ്ടോ ഇതെന്ത് മരടാ. ഗൈസ്, നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതെന്നാ ശാന്തിവനം. അപ്പോൾ ശാന്തിവനം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഇത് പണ്ടത്തെ ഒരു കോട്ടയാണ്. ആൾക്കറിയില്ല സംഭവം, കുറേ പേർക്ക് അറിയില്ല. നമ്മൾ ചുരുക്കി പേർക്ക് മാത്രമേ ഇത് കോട്ടയാണ്. എല്ലാവരും പുതിയ പണ്ടത്തെ ടാങ്ക് ഇടിച്ച് പൊളിച്ചാണ്. ടാങ്ക് അല്ല, നമുക്ക് ഏകദേശം ഈ മതിൽ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. കോട്ട പഴയ രീതിയിൽ കോട്ടകൾ ഉണ്ടാവില്ലേ, ആ കോട്ട ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവം അറിയില്ല. കുറേ പേര് ഇങ്ങോട്ട് വന്നിട്ട് ഒരു അവിടെ കുറങ്ങനാണത്. അയ്യോ അതില്ല, ഇത് ചാടിയൊക്കെ താഴേക്ക്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ചാൽ പണ്ടത്തെ നമ്മൾ ഏട്ടന്മാർ പറഞ്ഞാണ് ഇവിടെ കുറേ കളികൾ നടക്കുന്നുണ്ട് പണ്ട്. ഇപ്പോൾ ഏകദേശം കാടുകളിലൊക്കെ എത്തി. അപ്പുറത്ത് വലിയ കാടില്ല, ഇപ്പുറത്ത് അത് കാടില്ല. അപ്പോൾ ഇവിടെ കുറേ കളികൾ നടന്നു. എന്ന് വെച്ചാൽ കപ്പിൾസ് വന്നിട്ട് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല കുറേ നമുക്ക് വേണമെങ്കിൽ ബിയർ ബോട്ടിലുണ്ട്, പിന്നെ കുറേ പലതരം ബ്രാൻഡ് അടിച്ച സാധനങ്ങളുണ്ട്. പണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് വന്നപ്പോൾ കോണ്ടത്തിൻ്റെ കുറേ പാക്കറ്റുകൾ കിട്ടി. ഇപ്പോൾ അത് കുറവാണ്. ഇപ്പോൾ നീ നേരത്തെ കണ്ടില്ലേ അവിടെ ഇപ്പോൾ നമ്മൾ ഈ കോട്ടൻ്റെ മുകളിൽ കയറി. ഇതാണ് കണ്ടോ മതിലത്തെ വീതി കണ്ടോ, മിനിമം 2 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതാരും വിചാരിക്കണ ടാങ്കാണ്. ഇത് പഴയ ഒരു കോട്ടയാണ്. ഈ കോളേജ് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികൾക്ക് അറിയില്ല കോട്ടയാണ്. അത് നമ്മൾ കോളേജ് ഈ കോട്ടയാണെന്നാൽ ഇങ്ങനെ ചതുരത്തിലുണ്ടായിരുന്നു. അത് പണ്ടേ പൊളിച്ചാണ് കോളേജ് വരുന്ന കുഞ്ഞ ചാടിയ വയസ്സെന്തോ ദുരിതമുണ്ട്. ബോധം കിട്ടൂല.
പുറങ്ങനെ കരടിയാണ് തെളിയിക്കാൻ വേണ്ടി ഏറ്റവും ഉയരത്തിൽ കയറിക്കാണ് വിവീഷ് കരടിക്കുട്ടൻ. താഴെ ചീമപ്പന്നിണ്ട്. പന്നികൾക്ക് പിന്നെ മരം കയറാൻ കഴിയില്ലല്ലോ. ഇത് ഇല്ലാണ്ടി കട്ട ഇല്ലാണ്ടി. ഇത് അപ്പിഷത് സോറി അതുല് മതിൽ അറിയില്ല. ആച്ചാ മരം കയറാൻ അറിയില്ല. കോട്ടയുടെ താഴെ ഭാഗത്ത് വന്നാല് ശാന്തിവനത്തിന്റെ താഴെ ഭാഗത്ത് വന്നാൽ ഇപ്പുറം വന്നാൽ കോളേജ് സൈഡ് വന്നാൽ നല്ല അടിപൊളി കാഴ്ച ക്ലിപ്പാണ്. നല്ല വിൻറ്റേജ് ഫോട്ടോ എടുക്കണമെങ്കിൽ നാച്ചുറലി വിൻറ്റേജ് മിക്സ്ഡ് ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. നല്ലൊരു മതിലുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. പിന്നെ ഈ ആൽമരം കണ്ടോ പിടിച്ചിങ്ങനെ നിർത്തുന്നു. ഇതിന് ഭംഗിയാണ്. ശാന്തിന് ഭംഗിയാണ് ഈ വേരുകളാണ്. ഈ ആൽമരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ മതിലിങ്ങനെ പറ്റി പിടിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഫോട്ടോ എടുക്കാനെല്ലാം. അത് മാത്രമല്ല ഈ സൈഡും ഉണ്ട്. ഇതെല്ലാം ഒരു കോട്ടൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ മതിലുണ്ടോ ഇതെല്ലാം കോട്ടൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഈ ആൽമരം ഇങ്ങനെ പടർന്ന് വേറെ നിൽക്കുമ്പോൾ പിടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ് ശാന്തിവനത്തിൻ്റെ ഒരു ഭാഗങ്ങൾ. ഇത്രേ ഉള്ളൂ. പണ്ട് ഇതൊരു കോട്ടയായിരുന്നു. കോളേജ് പഠിക്കുന്ന അധികം പേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ശാന്തിവനം പറഞ്ഞിട്ടുള്ളൂ. പണ്ട് മാത്രം കുറച്ച് അനാശാസ്യ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എല്ലാം ക്ലീനാന്നൊക്കെ കേട്ടത്. ഇപ്പോൾ ആരും വരില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കിട്ടി വെച്ച് വരലുണ്ട്. പക്ഷെ ഒന്നും നത്തിങ്. താങ്കൾക്ക് എന്താ പറയുക ശാന്തിവനത്തിനെ പറ്റി എന്താ പറയുള്ളത്? ശാന്തിവനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബോട്ടണി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ബോട്ടനെടുത്ത് എല്ലാവർക്കും ഇവിടെ വന്ന് പഠിക്കാം. പലതും പഠിക്കാം. എന്തൊക്കെ ചെടികളെ കുറിച്ച് എല്ലാം പഠിക്കാം. പക്ഷെ അനക്കറിയില്ലുണ്ട്. നിനക്കൊന്നും അറിയാം. എനിക്കറിയാം. നിനക്കെന്താ അപ്പിഷത്തിൽ നിനക്കെന്താ പറയാനുള്ളത് ശാന്തിവനത്തിനെ പറ്റി? എന്റെ പേര് അപ്പീഷത്തില്ല. ശാന്തിവനത്തെ എന്താ പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടില്ല. കരടി നിനക്കെന്താ പറയാനുള്ളേ? കാടിനുള്ളിൽ പറ. കാലഘട്ടങ്ങളാണ് ഇത് രൂപീകരിക്കുന്നത്. അപ്പൊ അതാണ് കാര്യം. കാര്യം കത്തിയല്ലോ. ഞാൻ ഇതിന് രണ്ടാം ഭാഗം ഞാൻ 1 മണിക്കൂറിന് പോകാൻ്റെ മാത്രം കാര്യം ഞാൻ പിന്നിട്ട് തരാം. ഈ പറഞ്ഞ ഈ വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് നിന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. ഓൻ പറയുന്നോണ്ട് അപ്പൂപ്പന്റെ കാലത്ത് ഓന്റെ അച്ഛൻ ഉണ്ടാക്കിയ ശാന്തിവനം ഓൻ പറയുന്നത് മുയിൽക്കോട്ട വാട്ടർ ടാങ്ക് കോളേജിന്റെ അല്ല പഞ്ചായത്തിന്റെ ആണ്. അപ്പോൾ ഇങ്ങോട്ട് പലരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. കയറി വരുമ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ നാട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് നാട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കയറിയവർ കുടുങ്ങും, തൂങ്ങും. കാരണം ഈ നാട്ടുകാർ മൊത്തം കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് ആരും കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ദയവായി ആര് കയറരുത്. അപകടം കയറുന്നൊരു ജീവിതമല്ല, ഈ വെള്ളം കുടിക്കുന്ന ഒരു ജീവിതമാണ് പ്രശ്നം. എന്താണ് നീ ചെയ്യുന്നത്? ഇതാണ് വാട്ടർ ടാങ്ക്. ഇതിൽ ആരും കയറരുത്. ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. പിടിച്ച ഫൈന് മാത്രമല്ല, ഈ ആരിൽ വന്നിട്ട് എന്തെങ്കിലും ഈ വാട്ടർ ടാങ്കിൽ കൊണ്ട് ഇട്ടാൽ ഈ കയറുന്നവർ കൊടുക്കും. പിന്നെ നാട്ടുകാർ മൊത്തം തീരും. അതുകൊണ്ട് ഭയങ്കര വലിയ കേസാണ്. കോളേജിൻ്റെ അല്ല പഞ്ചായത്തിൻ്റെ തന്നെ പോലീസ് കേസാണ്. അവിടെ ആരും കയറാൻ ശ്രമിക്കരുത്. എപ്പോഴും നമ്മൾ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്തി. ഇതിപ്പോൾ ഉപയോഗശൂന്യമായ കക്കൂസുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും നിഗൂഢമായ എന്തെങ്കിലും സംതിങ് ഉണ്ടോ എന്ന് നോക്കണം. എന്തെല്ലോ കാട്ടങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിഗൂഢത എന്തെങ്കിലും ഉണ്ട്. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫുള്ള് ഉപയോഗശൂന്യമായ സാധനങ്ങളല്ലേ. ഇതെന്താ ഇല്ലേ? നീ ക്ഷീണിച്ചോടാ? ഞാൻ ക്ഷീണിക്കൂല. ക്ഷീണിക്കൂലേ? എനർജി സോഴ്സാണ് ഞാൻ. അപ്പോൾ ഇനി ഈ കാട്ടിലൂടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ കയറണം. എടുത്തോ, കായ്ക്കുള്ള പൈസ കറക്റ്റ്. ഇപ്പോൾ ഒരു ഗാർഡന് ബാക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തേക്ക് എങ്ങനെയും ചാടണം. ഇതെന്നാടാ തുറപ്പ് മാന്തി വെച്ച് പോയ മാതിരി ഒരു കാട്. അത് കക്കൂസ് വേസ്റ്റ് വളരുന്നുണ്ട് ഗൈസ്. കണ്ടാ, ഇതൊരു പഴയൊരു കക്കൂസാണ്, ഉപയോഗിക്കാത്തൊരു കക്കൂസ്. ഇതിനുള്ള എന്തോ നിഗൂഢത ഉണ്ട്. ഹൂയ് ആരെങ്കിലും ഉണ്ടോ? ഹൂയ് ആരുമില്ല ഗൈസ്, ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ കാട്ടിൽ. അവിടെ ഒരു കുഴി കാണുന്നുണ്ട്. ആരുടത്? അപ്പിഷതിൻ്റെ നമ്മൾ പോലെ വഴിയായി ഈ ഗാർഡനിൽ ഇങ്ങനെ പോയാൽ ഗാർഡനിലേക്ക് എത്തും. അപ്പോൾ ഇതൊരു ഉപയോഗശൂന്യമായ കക്കൂസാന്ന് തോന്നുന്നു. ഞാൻ ഇതിനോട് വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഇനി വല്ല പട്ടിയോ പൂച്ചയോ കുറുക്കന്മാരെന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ക്യാമറ നോക്കിയിട്ടാണ് പോകാൻ. ചിലപ്പോൾ ഒറ്റ ചാട്ടായിരിക്കും.
ആവില്ല ഷോക്ക് അടിക്കുവേ ആശുപത്രി വിളിക്കല്ലേ ക്ലബ് OMR OMR-ഓ 2018-20 ക്ലബ് OMR വായിച്ചാണല്ലോ ഇതൊരു സാധനം നമ്മൾ ബ്രണ്ണക്കോളേജിന് ഗ്രീൻ ഹൗസ് ആണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് 3ാമത്തെ കൊല്ലാണ്. ഇതുവരെ ഇവിടെ എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ഒരു കൂടാരം പോലെ കുറെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കാൻ ഒരു ഉത്തരവാദിത്തം ഒരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത്. അമ്മേ ഇതെന്താ? അയ്യോ ഇത് മറ്റേതല്ലേ? ഇത് തിന്നുന്ന സാധനമാണ്. വേറെ ഇതാ അല്ലല്ല ഇത് മറ്റേ സംഭവമാണ്. തിന്നാനല്ലേ ഇത്? തിന്നൂല, ഇത് തിന്നാൻ പറ്റില്ല. ഇത് വിറ്റാ പൈസ കിട്ടും കേട്ടോ. ഇത് വിറ്റാ പൈസ കിട്ടും. ഇത് തിന്നാനാണോ? അല്ലല്ല കണ്ടോ ഈ നല്ലൊരു സംഭവമാണ്. നമുക്ക് ഈ സാധനം നമുക്ക് വിട്ടെന്നാൽ നമുക്കൊരു ബിസിനസ് കൂടെ നടത്താം. അതാണ് നമുക്ക് ഈ കൂടെ ഉണ്ടോ ഇതാണ് വിട്ടെന്നാല് ഈ സാധനം വിട്ടെന്നുണ്ടല്ലോ നല്ലൊരു കിളിക്കച്ചവടം നടത്താം. പക്ഷികൾ കൊടുത്തിട്ട് എന്താ നല്ല പുല്ലും ചെറിയ പ്രാണികളുണ്ടോ തുറന്നോ കാശ് തുറന്നിട്ടാളേ. അപ്പൊ നമ്മളെന്തായാലും ഉള്ളിൽ കയറി പോവാണ്. നല്ല തുറക്കും നല്ല തുറക്കും ആര് തുറക്ക് തുറക്ക് തുറക്ക്. നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവത്തിൽ കയറുന്നത്. സത്യം പറയാലോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി നല്ല ഭംഗി. ഇതൊരു മൊത്തത്തിലൊരു പാമ്പാണ് സീന്. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ചിലപ്പോൾ പ്രശ്നം വരുമായിരിക്കും. പക്ഷെ നമുക്കിത് എനിക്ക് എന്താ കാണിച്ചു തരണം. നമ്മളെ ഈ ഗ്രീൻ ഹൗസിൽ എന്തൊക്കെയോ സാധനങ്ങളുള്ളതെന്ന് കാണിച്ചു തരണം. എടാ ഈ ഇതെടുത്തോ നമ്മൾ കുളത്തിൽ കൊണ്ടേക്കാം. എടുത്തെടുത്തോ എൻ്റെ മുത്ത് എന്താ ക്ലിയർ ആണ് വെള്ളം. എൻ്റെ മുത്ത് എന്താ ആയടത് അടത് കിണറാ? ചീമേ ഗൈസ് നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും നശിപ്പിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് ഇതിന് പുറത്തേക്ക് ഇറങ്ങും. ഇതൊന്ന് ചെടിയാണോടാ? അയ്യോ ചൊറിഞ്ഞ് ഇത് ചൊറിയുന്നില്ല. അവിടെ ഫുള്ള് കാടാണ് ഉള്ളിൽ കൂടി. നല്ല ആയുണ്ട് സാധനം നല്ല നല്ല ആയുണ്ട് ഗൈസ്. ഇവിടെ ഈ ഗ്രീൻ ഹൗസിൽ ആകെ രസമാണ് ഈ സംഭവം ഉള്ളൂ. അത് ഇല്ലീഗലാണ് ഇവൻ പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഈ ചങ്ങായി. പക്ഷെ നമുക്ക് കാണാൻ താല്പര്യമുണ്ട്. നമ്മൾ കണ്ടു. നമ്മളവിടെ ഒന്നും എടുത്തിട്ടില്ല. ആകെ എടുത്ത കുറച്ച് പച്ചപ്പ്. ഇതാ ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. ഒരു പച്ചപ്പെടുത്തി ചാടി ചാടി. ഇനി നമ്മൾ അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ ബോർഡ് ഉണ്ടോ? അവിടേക്ക് കണ്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് ഡെക്കറേഷൻ അല്ല കേട്ടോ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തോണ്ട് നല്ലൊരു സ്ഥലം കോളാക്കി വെച്ചാണ് കോളേജിൽ. നിങ്ങളല്ല ബോട്ടണി നിങ്ങളെ വിഭാഗമാണത്. ഈ കടക്കര കോലം കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു മീൻ ടാങ്ക് ഉണ്ട്. നല്ല ആയുണ്ട്. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പം നമ്മൾ ഇല്ലാണ്ട് സ്നേഹം കൊണ്ട് മീനുകളുടെ സ്നേഹം കൊണ്ട് തുറന്നു കൊടുക്കുന്നതാണ്. ഗപ്പി നല്ല ഉണ്ടല്ലേ? ഫുള്ള് ചളിയാണ്. നമ്മൾ പണ്ടൊരിക്കൽ വന്നിട്ട് ഇത് ഫുള്ള് വൃത്തിയാക്കിയിരുന്നു. ഈ ചപ്പ് ചാലെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് പോയിരുന്നു. പക്ഷെ ഇപ്പോൾ 4-5 മാസമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇതേമാതിരി കിടക്കുന്നു. ഈ ബോട്ടണിക്കാർ അടിക്കണം. ഈ സാധനം ഫുള്ള് ബോട്ടണിക്കാർ കെയർ ഓഫിലുള്ളത്. പക്ഷെ അവരൊന്നും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഇതിന് കോലം കണ്ട. ഇതെത്ര ജീവികളുണ്ട്. നമ്മൾ വന്നിട്ട് വേണം ഇങ്ങനെ തുറന്നു കൊടുക്കാൻ. ഇത്രയും മീൻ ഉണ്ടാവും. എന്ത് പ്രൊജക്റ്റാ വെള്ളം വറ്റിച്ചിട്ട് ദ്രോഹികള്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറെ മരങ്ങളുണ്ട്. എന്തൊക്കെ പ്രത്യേകമുള്ള മരങ്ങളാണെന്ന് അറിയില്ല. അത് ബോട്ടണി പഠിക്കുന്നവർക്ക് അറിയൂ എന്തൊക്കെ സസ്യങ്ങളാണ് അവിടെ ഉള്ളത്, മരങ്ങളുള്ളത്. ആ കാര്യം സപ്പോർട്ടാണ്. നമ്മൾ പണ്ടൊരിക്കൽ വന്നിട്ട് ഈ സപ്പോർട്ട് മരം കണ്ടോ? ഇത് സപ്പോർട്ടിൻ്റെ മരമാണ്. അവിടെ വന്നിട്ട് നമ്മൾ സപ്പോർട്ട് പറിച്ചു കൊണ്ടുപോകും. ആരും കൊണ്ടുപോകില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ എല്ലാം നോക്കണ്ടേ. സപ്പോർട്ട ഇപ്പോൾ ആയിട്ടില്ല തോന്നുന്നു ഗൈസ്. സപ്പോർട്ട കാലം ആവുന്നുള്ളൂ. ഇത് മാങ്ങമാരുണ്ട്. സപ്പോർട്ടൊന്നും ആയിട്ടില്ല. ആ ടൈം ആവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ ബ്രണ്ണ കോളേജിൻ്റെ കാടുകൾ. കുറേ അങ്ങ്
സൈഡിലും ഉണ്ട്. അധികം കവർ ചെയ്യാൻ പറ്റിയില്ല, ഫോണിൽ ചാർജും ഇല്ല. ഇത് ഇത്രേ ഉള്ളൂ. ഈ ഗുഹ ഉണ്ടോ, ഇതിനൊരു കഥ ഉണ്ട്. എങ്ങനെ വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുന്ന് ഒരു മീൻ പൊക്കാൻ വന്നു. രാത്രി ഒരു ഏകദേശം 10 മണി ആയിട്ടുണ്ടാവും. 10 മണിക്ക് വന്നിട്ട് നമ്മൾ ഏകദേശം മീൻ എടുത്ത് കഴിഞ്ഞ് അപ്പോഴാണ് രണ്ട് വെളിച്ചം കണ്ടത്. നമ്മൾ ഒരു സെക്യൂരിറ്റിയാണ്, രാത്രി വന്ന പ്രശ്നമാണ്. സെക്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ചറക്കമാഞ്ഞ് ഓടിയിട്ട് എല്ലാവരും പാട് കറങ്ങി തിരിച്ച് ലാസ്റ്റ് എത്തി ഈ കുഴിയിലേക്കാണ്. ഈ കുഴി എന്താ വെച്ചാൽ ഫുള്ള് കല്ലാണ്. താഴെ സൂക്ഷിച്ച് നോക്കിയാൽ കേട്ടോ, ഫുള്ള് കല്ല്. ഇത് ഫുള്ള് ചുറ്റോറം മതിൽ പഴയ സംസ്കൃതത്തിന് ബ്ലോക്കാണ്. അപ്പോൾ ഈ ഫുള്ള് ചുറ്റോറം മതിലായിട്ട് അപ്പുറം കിടക്കണമെങ്കിൽ ഒരു റൂമുണ്ട്, ആ തുറന്ന് അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് ചുറ്റോറം മതിലായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ പോരാതെ ഇരുട്ടല്ലേ, ഇരുട്ടത്ത് ഇറങ്ങിയിട്ട് പറഞ്ച് ഓടിയിട്ട് ലാസ്റ്റ് അവിടെ കയ്യും കാലും കുത്തിയിട്ട് പെട്ടൊരു ദിവസത്തിനാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ജീവനം കൊണ്ട് ഓടിയൊരു ദിവസത്തിനാണ്. കണ്ടോ ഫുള്ള് മതിലാണ്. കണ്ടോ ഇനിയിപ്പോൾ ഈ സൈഡ് ആരും ചാടിയില്ലാന്ന്. ഈ സൈഡിൽ ചാടിയാലും അപ്പുറം വഴി പോകാൻ പറ്റില്ല, ആ ക്ലാസ്സിനോട് കൂടി പോകാൻ പറ്റുള്ളൂ. അത് ഫുൾ ലോക്കാണ്. ഇവിടെ മതിൽ ആ സൈഡ് മൊത്തം മതിൽ ഒരു ഇതുപോലെയാണ്. അവിടെ മാത്രം ഒരു വാതില്ല, അത് അടിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് ചാടിയ പ്രശ്നമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് പോയി ചാടിയത് ഈ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിനുള്ളിലേക്ക് ചാടി അങ്ങോട്ട് പോകാൻ പറ്റിയ അവസ്ഥയാണ്. പക്ഷെ 2 ആൾ മാത്രം ഇതിനുള്ളിൽ അന്ന് രാത്രി രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും ഇതിൽ ഒളിച്ചു ഇട്ടത്ത്. അത് ഞാനും പിന്നെ അർജുനാണ് തോന്നുന്നത് എൻ്റെ പെണ്ണായി. ഞങ്ങൾ 2 ആൾ വലിയൊരു മതിൽ എങ്ങനെയൊക്കെയോ ഇട്ടത്ത് എത്തിപ്പിടിച്ച് ഓടി ഹോസ്റ്റലെത്തി. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് നമ്മളെ കാര്യം ട്വിസ്റ്റായിരുന്നു. എന്താ വെച്ചാൽ അത് 2 ആൾ വന്നത് സെക്യൂരിറ്റി അല്ല, ഞങ്ങളെപ്പോഴുള്ള 2 നായ്ക്കളാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ അത്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് തന്നെ ഗൈസ്. അല്ലാണ്ട് ഇങ്ങനെ കുറേ സ്റ്റാൻഡേർഡും കുറേ ഫുള്ള് ഒരു സിസ്റ്റമാറ്റിക് അങ്ങനെ നടന്നൊരു കാര്യമില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രാത്രികളിലും കാടുകളിലും ഇങ്ങനെ പുറത്തേക്ക് ആസ്വദിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനും. ബുക്കിത്തെ കാര്യങ്ങൾ അത്ര മാത്രമല്ല. അതായത് ഫുള്ള് ചപ്പ് ചവറായിട്ട് നമ്മളെ വിവീഷ് ബാക്കി എല്ലാവരും കൂടിയിട്ട് കുളം വൃത്തിയാക്കി കൊണ്ടൊക്കെയാണ്. പക്ഷെ നല്ല മീനുണ്ട്. ഒരു 1000-1500 സംതിങ് ഗപ്പീസ് ഉണ്ട്. ഗപ്പീസ് മാത്രമേ ഉള്ളൂ. പിന്നെ തവളൻ്റെ വാൽമാക്രി ഉണ്ടാവില്ലേ, അത് ഒരുപാടെണ്ണുണ്ട് പെറ്റി പെരുക്കിയിട്ട്. എന്നാ ഭാവിയിലെ നല്ല തലമുറക്ക് വേണ്ടി അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതാണ് ബ്രണ്ണൻ്റെ സൈഡിൽ കുറേ കാടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ. അപ്പോൾ എല്ലാവർക്കും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് പിന്നെ കാണാം. നമുക്ക് ആകെ കിട്ടിയ ഈ സാധനമാണ്, നമുക്ക് യൂഷ്വലായ സാധനം ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും കിട്ടിയില്ല. ഒരു ഉടുമ്പിനെ കണ്ടു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.